തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് തസ്മിത് തംസ് എന്ന 13-കാരിയെ കാണാതായിട്ട് 25 മണിക്കൂർ പിന്നിടുകയാണ്. പെൺകുട്ടി കന്യാകുമാരിയിലെത്തിയെന്നാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:25-ന് ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് പുലർച്ചെ 5 മണിയോടെ തീവണ്ടി സ്റ്റേഷനടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടു എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യവുമാണ്. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന്. അജീഷ്, ഈ CCTV ദൃശ്യങ്ങൾ ഈ പറയുന്ന 3:30 മുതൽ 4 മണി വരെയുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് ഈ കുട്ടി അവിടെ എത്തിയതായി CCTV ദൃശ്യങ്ങളിലില്ല എന്ന് തന്നെയല്ലേ? അപ്പോഴും എന്തുകൊണ്ടാണ് പോലീസ്, കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം അടക്കം അവിടം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ നിൽക്കുന്നത്? വേണു, നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരുപാട് CCTV കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഈ 6 പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. സാധാരണ നാഗർകോവിലിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിന് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. സാധാരണ ഇങ്ങനെ ഒരു വ്യക്തി ഇറങ്ങുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും CCTVകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിന് നേരെ കാണുന്ന ആ ഭാഗത്ത് പോലും CCTVകളുണ്ട്. ഇതിൽ പല CCTVകളും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചിലത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മറ്റുള്ളവയിൽ കുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും പോലീസ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ആ മൊഴി വിശ്വസിച്ച് മാത്രമാണ് ഇവിടെ തുടരുന്നത്. പോലീസുകാർ ആവർത്തിച്ച് ചോദിച്ചാണ് ഈ കുട്ടി തന്നെയാണോ എന്ന്. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിച്ച് പറയുന്നത് കൊണ്ടാണ് പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ പുലർച്ചെ ഈ കണ്ട കുട്ടി ഏതാണ്ട് 5:30 മണിയോടെ ഈ കുട്ടിയെ കണ്ടുവെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത്. ആ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും അധിക ദൂരമൊന്നും ഈ പെൺകുട്ടിക്ക് സഞ്ചരിക്കാനാവില്ല. രാവിലെ തന്നെ ഏതാണ്ട് 6 മണി സമയത്ത് തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധന തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ആരും ഈ കുട്ടിയെ കണ്ടതായിട്ട് പറയുന്നില്ല. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ കൂടാതെ മറ്റൊരു ഹോട്ടലുകാരനോ അല്ലെങ്കിൽ ഇവിടെ തെരുവ് കച്ചവടം നടത്തുന്ന ആരെങ്കിലും ഒരാളെ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ ഭാഗത്തെ CCTVയിലെങ്കിലും ഈ കുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കണം. പക്ഷേ അങ്ങനത്തെ ഒരു വിവരങ്ങളും കിട്ടാത്തൊരു സാഹചര്യത്തിൽ പോലീസിന് മറ്റൊന്നും മാർഗമില്ല. കാരണം മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോലും ഈ കുട്ടി ഇറങ്ങിയതായിട്ട് ഒരു വിവരം ഇതുവരെ കിട്ടുന്നില്ല. ആകെ ഒരു തുമ്പുള്ളത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി, മറ്റൊന്ന് ഈ ബബിത എടുത്ത ആ ഫോട്ടോ. ഈ 2 തുമ്പുകൾ മാത്രമാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് അന്വേഷിക്കുക മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ള വഴി. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും ഈ CCTVകൾ പൂർണ്ണമായിട്ടും പരിശോധിക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇതിന് പുറത്തുള്ള CCTVകൾ, കടകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള CCTVകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവിടുത്തെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും കടകളിലെ ഒരു CCTVയിലെങ്കിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. രാവിലെ ഈ ഭാഗത്ത് ഒരുപാട് കടകൾ ഒന്നും തുറന്നിരിക്കില്ല. ഏതാണ്ട് പുലർച്ചെ സമയത്ത് ഈ കുട്ടി പുറത്തേക്ക് പോയെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി. ആ സമയത്ത് ഒരുപാട് കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ അവിടുത്തെ CCTVകൾ വർക്കിംഗ് ആയിരിക്കും. ആ CCTVകൾ പരിശോധിച്ച് ആ കുട്ടിയുടെ ഒരു ചലനമെങ്കിലും ആ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഞ്ചാരപാത വഴി അടുത്ത സ്ഥലത്തേക്ക് പോലീസിന് നീങ്ങാൻ സാധിക്കും. പക്ഷേ പോലീസ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ഒരു തുമ്പും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ മാത്രം കേന്ദ്രീകരിച്ചാണ്. ശരി അജീഷ്, ഒരു വാദത്തിന് സംബന്ധിച്ചാൽ ചില CCTVകൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൃശ്യങ്ങൾ ഒരുപക്ഷെ എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുണ്ടാകില്ല. അങ്ങനൊരു സ്ഥലത്തൂടെ ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകാം. ഇതൊക്കെ നാം സമ്മതിച്ചു കൊടുത്താൽ പോലും ഈ 3:25-ന് ഇറങ്ങുന്ന കുട്ടി പുലർച്ചെ 5 മണിവരെ ആ ഭാഗത്ത് തന്നെ തുടരുക എന്നത് എന്തുകൊണ്ടാകാമെന്നാണ് കരുതുന്നത് പോലീസ്? ഈ ഒരുപക്ഷെ ഈ കുട്ടി ഭയന്നിരിക്കാം. നമ്മൾ ഈ ബബിതയുടെ മൊഴി അനുസരിച്ചിട്ട് ഈ കുട്ടി ഈ കണ്ട സമയം മുതൽ ഈ ട്രെയിനിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ബബിത പറഞ്ഞിരിക്കുന്ന മൊഴി. ഒരുപക്ഷെ ഭയന്ന് ഈ പെൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തങ്ങി പുലർച്ചെ പുറത്തേക്ക് ഇറങ്ങിയതാകാമെന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. ഒരു ഉറപ്പും പോലീസിന് ഒരു കാര്യത്തിലും നൽകാൻ സാധിക്കുന്നില്ല. നമുക്ക് പോലും അക്കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഈ ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു കുട്ടി അവരാരും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും പോലീസിനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ കുട്ടി എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പോലീസ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗത്ത് ഒരുപാട് ക്യാമറകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലെല്ലാം ക്യാമറകളുണ്ട്. ഈ ക്യാമറയിൽ ഈ ഉറപ്പായിട്ടും ആ ട്രെയിൻ
ട്രെയിൻ ഇറങ്ങി കുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറയിലെ കുട്ടി പതിയേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നോക്കിയറിയാം, പ്ലാറ്റ്ഫോം എന്ന് മൂന്നെണ്ണം എഴുതിയിരിക്കുന്ന അതിന്റെ മുന്നിൽ തന്നെ CCTV-കളുണ്ട്. ഇങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും CCTV-കളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ട്രെയിൻ ഇറങ്ങുന്ന ഒരാൾ ഏതെങ്കിലും ഒരു CCTV-യിൽ പതിയേണ്ടതാണ്. ഇത് ഒരുപക്ഷെ ഇതിന്റെ ഇടത്തെ ഭാഗത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മുൻഭാഗം കവാടഭാഗം വഴി പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ സൈഡ് വശം വഴി പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ പോലും അവിടെയും CCTV-കളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൽ പതിയേണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നും പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. പിന്നെയുള്ളത് ഈ പുലർച്ചെ കണ്ടെന്നുള്ള മൊഴി. അങ്ങനെയാണ് പോലീസ് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ കുട്ടി കിടന്ന് ഉറങ്ങിയ ശേഷം പുലർച്ചെ ഇറങ്ങിപ്പോയതാകാം എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത്, പുറത്തേക്ക് പരിശോധന നടത്തുന്നത്. പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം. ബീച്ചിൽ 2 വട്ടം പോലീസ് ഉദ്യോഗസ്ഥർ പോയി പരിശോധന നടത്തി. അവിടുത്തെ തെരുവ് കച്ചവടക്കാരോട് ചോദിച്ചു, അവിടെ വഴിയിൽ കിടന്നുറങ്ങുന്നവരോട് ചോദിച്ചു. പക്ഷേ ആരും ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഈ 2 പ്രധാന ബീച്ചുകളുണ്ട്. വിജയകുമാറും ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, ബബിത പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ കുട്ടി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പേടിച്ചിട്ടുണ്ടാകാം, അതുപോലെ തന്നെ മാനസികമായ ഒരുപാട് വിഷമത്തിലും സമ്മർദ്ദത്തിലുമാകാം. അങ്ങനെ ഒരു കുഞ്ഞ് ഈ 3:25 ഇനി നാം ഇപ്പോൾ ഈ പോലീസ് സംഘം പോലും തള്ളാത്തതുപോലെ കന്യാകുമാരി തീവണ്ടി സ്റ്റേഷനിൽ തന്നെ വന്നിറങ്ങിയെങ്കിൽ ഈ പകൽ സമയത്ത് പുറത്തെവിടെയും പോകാതെ ഇത്രയും ഭയചകിതയായിട്ടുള്ളൊരു കുഞ്ഞ് പുലർച്ചെ 5 മണിക്ക് ശേഷം അവിടെ നിന്നിറങ്ങി എങ്ങോട്ടൊന്നില്ലാതെ സഞ്ചരിക്കുമെന്ന് കരുതാൻ കഴിയുമോ? വേണു, ഇതിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ദുരൂഹത ഏറുകയാണ്. നമ്മളുടെ മുന്നിൽ നമുക്ക് സോളിഡായിട്ടുള്ള വിവരങ്ങൾ ഈ ട്രെയിനിൽ നിന്ന് ഈ കുട്ടിയെ കണ്ടു എന്നതും അവിടെ നിന്ന് ബബിത എന്ന യാത്രക്കാരി ചിത്രം പകർത്തി എന്നതുമാണ്. പാറശാല വരെ ഈ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്ന് പാറശാലയിൽ ഈ കുട്ടിയെ അതുവരെ നിരീക്ഷിച്ച വേറൊരു യാത്രക്കാരി പറഞ്ഞതായി വിവരമുണ്ട്. അപ്പോൾ പാറശാല വരെ ഈ കുട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി ഇറങ്ങിയോ എന്നതിൽ നമ്മളുടെ പക്കലോ പോലീസിൻ്റെ പക്കലോ ഒരു വിവരവുമില്ല. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി ഇറങ്ങിയതായി പറയുന്ന അല്ലെങ്കിൽ അത്തരം തെളിവുള്ള ഒരു CCTV ഫുട്ടേജും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്ത ആംഗിളുകളിലുള്ള വിവരങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഒരിടത്തും അത്തരമൊരു ദൃശ്യം പതിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് ബീച്ച് ഭാഗത്തേക്ക് ആ കുട്ടി നടന്നു പോയിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ ആ മേഖലയിൽ ആകെ പരിശോധന നടത്തി. ആ കുട്ടിയുടെ കയ്യിൽ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, നമുക്കറിയാം, 40 രൂപയോ 50 രൂപയോ ഉള്ളൂ എന്നാണ് ബബിത നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പണം തീരെയില്ല, അതിന് ഹിന്ദി മാത്രമേ അറിയൂ, ഈ യാത്ര ചെയ്ത ഒരു ശീലവുമില്ല. അങ്ങനെ ലോകപരിചയമൊന്നുമില്ലാത്ത ഒരു കുട്ടി ഈ തുച്ഛമായ പണം കൊണ്ട് ഇനി കന്യാകുമാരിയിൽ ഇറങ്ങി എവിടേക്ക് പോയി? അതിപ്പോൾ 5 മണിക്കൂറാകുന്നു കന്യാകുമാരി മാത്രം കേന്ദ്രീകരിച്ച് കേരള പോലീസും തമിഴ്നാട് പോലീസും പരിശോധന നടത്തുന്നത്. അപ്പോൾ അതിൽ ഇനി എവിടെയാണ് കുട്ടിയുള്ളത് എന്നത് വലിയ ചോദ്യങ്ങൾ ഉയരും. നമ്മുടെ പക്കൽ ഈ സാഹചര്യ തെളിവുകൾ എന്ന് വെച്ചാൽ പണം കയ്യിലില്ല, അതിന് ഭാഷ അറിയില്ല, ഈ നാടറിയില്ല. അത്തരമൊരു കുട്ടി എങ്ങനെ കന്യാകുമാരിയിൽ ഇറങ്ങി എവിടേക്ക് പോകും? ഭയചകിതയാണെന്ന് ഈ ഒപ്പം യാത്ര ചെയ്ത ആളുകളും പറയുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇപ്പോഴൊരു വിവരം വരുന്നത് അവിടെ നിന്ന് പോകുന്ന ട്രെയിനുകൾ, അതായത് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ട്രെയിനുകൾ, ആ ട്രെയിനുകളിൽ RPF-ഉം തമിഴ്നാട് പോലീസും വ്യാപക പരിശോധന നടത്തുന്നു പലയിടത്തും എന്ന വിവരം കൂടി വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് കൂടി ഈ പരിശോധന നീട്ടുമെന്നാണ് അറിയുന്നത്. രാവിലെ 5:50 മറ്റോ ഒരു ട്രെയിൻ അവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, തിരുനെൽവേലി റൂട്ടിൽ എന്നൊരു വിവരം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാറശാല വരെ ആ കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ കന്യാകുമാരിയിൽ ഇറങ്ങി വേറൊരു ട്രെയിനിൽ ഈ പറയുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി അത് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാവും എന്നൊരു അനുമാനം, അതൊക്കെ നിഗമനങ്ങളാണ്, അനുമാനം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തുക. നമ്മളുടെ യഥാർത്ഥ പ്രശ്നം ഈ പാറശാല കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് നീളാവുന്ന ഒരു ലീഡും ഒരു വിവരവും വന്നിട്ടില്ല ഈ പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി അല്ലാതെ. എന്തിന് കന്യാകുമാരിയിൽ ഇറങ്ങി എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിലും ഉത്തരമില്ല. അവിടെ ഈ കുട്ടിയെ അറിയാവുന്നവരോ കുട്ടി അറിയുന്നവരോ അങ്ങനെ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സഹോദരൻ പറയുന്നു അയാൾ ചെന്നൈയിലായിരുന്നു നേരത്തെ, ഇപ്പോൾ അയാൾ അവിടെ നിന്ന് ബംഗളൂർ നഗരത്തിനടുത്തേക്ക് മാറിയിരിക്കുന്നു. അയാൾ എവിടെയാണ് എന്നത് ഈ കുട്ടിക്ക് അറിയില്ല. തന്നെയുമല്ല ആ നിലയിൽ ഈ ഫോൺ സംഭാഷണമൊന്നും ഇവർ തമ്മിൽ നടത്തിയിട്ടുമില്ല എന്ന് സഹോദരൻ പറയുന്നു. ഇനിയിപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും ഒരു സൂചനയുമില്ല. വേണു നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച ഒരു യാത്ര പോലെ എന്ന നിലയിലൊക്കെ ആ നിലയ്ക്ക് കൂടി പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കാവുന്ന തരത്തിൽ കൂടുതൽ സങ്കീർണമാകുന്നുണ്ട് കുട്ടി എവിടെ പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിൽ വിഫലമാണ്.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു CCTV ഫുട്ടേജും കിട്ടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷന് പുറത്ത് രാവിലെ 5:30 കഴിയുമ്പോൾ ഈ കുട്ടിയെ കണ്ടുവന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നതിനപ്പുറത്തേക്ക്, അങ്ങനെയാണെങ്കിൽ 5:30 തൊട്ട് ഇത്രയും സമയം 5:30ക്ക് അതിന് തൊട്ട് പിന്നാലെ പോലീസ് അവിടെ എത്തി തെരച്ചിൽ തുടങ്ങിയതാണ്. എവിടേക്ക് പോയി, ഇനി ബസ്സിലൊക്കെ കയറി മറ്റു ഭാഗത്തേക്ക് പോയോ എന്നറിയില്ല. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ പരിസരത്തൊന്നും ഒരിടത്തൊന്നും ഈ CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടി ഇടം പിടിച്ചിട്ടേ ഇല്ല, അതിലൊന്നും ഈ കുട്ടി പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ എന്താണ് ഏതെങ്കിലും തരത്തിൽ എങ്ങോട്ടെങ്കിലും നയിക്കാൻ കഴിയാത്ത തരത്തിൽ ദുഷ്കരമാകുന്നത് ഈ ദൗത്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാത്തിരിക്കണം പോലീസിനും കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിക്കാൻ. ഇപ്പോൾ ഏതായാലും കന്യാകുമാരിയിലെ തെരച്ചിലിൽ കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. അത് ഇനി എങ്ങനെ നീട്ടിക്കൊണ്ട് പോകണമെന്നതിൽ അറിയില്ല. ഇനി കന്യാകുമാരിയിൽ തുടരുന്ന സംഘം ചെന്നൈയിലേക്ക് പോകുമോ എന്നും അറിയില്ല. എന്തായാലും തമിഴ്നാട് പോലീസ് RPFും അവിടെ ഈ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വേണു, വിജയകുമാർ, നമുക്ക് മറ്റു ചില ആലോചനകളിലേക്കൂടെ പോകുന്നത് അനുചിതമാകില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പോലീസ് കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെ പരിശോധിക്കുന്നത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല. ഒരു കുട്ടിയാണ്, 13 വയസ്സേ ഉള്ളൂ, സ്ഥലം കന്യാകുമാരിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ആ മേഖലയുടെയൊക്കെ ഒരു പ്രത്യേകത വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഭിക്ഷാടന സംഘങ്ങൾ വളരെ സജീവമാണ്, സംഘടിതരുമാണ് അവർ. അപ്പോൾ ഇങ്ങനൊരു കുഞ്ഞവിടെ വരുന്നു, പിന്നെ പെട്ടെന്ന് ഒരു CCTVയും അവിടുത്തെ കടകളിലൊന്നും ഇല്ല, കാണാതെയാകുന്നു. അത്തരം കാര്യക്ഷമമായ ഇവിടെ തിരച്ചിലൊക്കെ നടത്തുന്നു. ആ ബീച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മുടെ പോലീസ്, ഇവിടെ നിന്ന് പോയ പോലീസ് സംഘത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ തിരച്ചിൽ നടത്തേണ്ട ദൃശ്യങ്ങൾ കാണാം, നാട്ടുകാരോട് ചോദിക്കുന്നത് കാണാം. അപ്പോൾ ആ മേഖലയുടെ ഒരു പ്രത്യേകത കൂടി, അതിൻ്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിശോധനയാണോ അവിടെ തന്നെ കേന്ദ്രീകരിക്കാൻ പോലീസിനെ നിർബന്ധിക്കുന്നത്? വേണു, ഇതിൽ ഈ കന്യാകുമാരി എന്നൊരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു സംഗതി ഈ കുട്ടിയുമായി കണക്ട് ചെയ്യാവുന്നതില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാറശാലയിൽ ഈ ട്രെയിൻ എത്തുമ്പോൾ അതിൽ ആ കുട്ടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നതാണ്. ഇപ്പോൾ വേണു പറഞ്ഞ ആ ആശങ്ക, അതൊരു ആശങ്ക തന്നെയാണ്. അതടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാകും ആ മേഖലയിൽ പോലീസ് കേന്ദ്രീകരിക്കുന്നത്. വ്യത്യസ്ത ആളുകൾ എത്തുന്ന, വിനോദസഞ്ചാരികൾ രാജ്യത്തിന് അകത്തും പുറത്തു നിന്നും എത്തുന്ന ഒരു മേഖലയാണ് കന്യാകുമാരി. രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ അവിടെ വലിയ തിരക്കുണ്ട്. അവിടെ ധാരാളം കടകളുണ്ട്. കടകൾ തദ്ദേശീയർ മാത്രമല്ല നടത്തുന്നത്, പുറത്തുള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ആളുകൾ വരികയും ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് കന്യാകുമാരി. അതുകൊണ്ട് ആ മേഖലയിൽ പോലീസ് എന്തെങ്കിലും കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കും ചില സംശയങ്ങളോ ചില സൂചനകളോ മറ്റു തരത്തിൽ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അത്തരം സാധ്യതകളുള്ള ഒരു മേഖല എന്നതുകൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ടാവും. അതുകൊണ്ട് തള്ളിക്കളയാവുന്നതല്ല അത്തരം സൂചനകളും വിവരങ്ങളും. ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായൊരു ലീഡ് നമുക്കില്ലാത്തതുകൊണ്ട് വരാവുന്ന എല്ലാ സാധ്യതകളും സൂചനകളും പരിശോധിക്കുക, അത് പരിശോധിച്ച് അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് മുന്നോട്ട് പോകുക മാത്രമേ ചെയ്യാൻ കഴിയൂ. കന്യാകുമാരിയുടെ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് ആ നിലയ്ക്കുള്ള പരിശോധന കൂടി പോലീസ് ഉറപ്പായും, ഒരു സംശയവും വേണ്ട, പോലീസ് അത് നടത്തുന്നുണ്ടാകുമെന്നതിൽ നമുക്ക് അങ്ങനെ തന്നെ കരുതണം. അതിൽ സംശയിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരി, എസ് വിജയകുമാർ തുടരുക. ഇപ്പോൾ അജീഷ് ജയകുമാറും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ് കന്യാകുമാരിയിൽ തന്നെയാണുള്ളത്, തീവണ്ടി സ്റ്റേഷൻ അടുത്ത് തന്നെയാണുള്ളത്. അജീഷ്, ഈ പാറശാല വരെ ഒരു പക്ഷേ യാത്ര ചെയ്തു എന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്, കൂടെ യാത്ര ചെയ്ത ആളുകൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച്. പിന്നെ ഈ കന്യാകുമാരിയിൽ എത്തുന്നതിന് മുമ്പുള്ള എത്ര തീവണ്ടി സ്റ്റേഷനുകളാണുള്ളത്? നാഗർകോവിൽ മാത്രമാണോ ഉള്ളത്? അങ്ങനെയെങ്കിൽ ആ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുക, ആ തീവണ്ടി സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുക. അങ്ങനെ ഒരു ആലോചന നടന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണു പറഞ്ഞതുപോലെ ഈ പാറശാല വരെ ഈ കുട്ടി സഞ്ചരിച്ചിരുന്നതായി കൂടെ യാത്ര ചെയ്തിരുന്ന ചിലരുടെ മൊഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പിന്നീടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് കളിയിക്കാവിള, കുഴിത്തുറ, നാഗർകോവിൽ, ഏറ്റവും ഒടുവിലാണ് കന്യാകുമാരി വരുന്നത്. ഇതിന് ഇടയിലുള്ള പാറശാല കഴിഞ്ഞു വരുന്ന കളിയിക്കാവിളയും കുഴിത്തുറയും ഒക്കെ ചെറിയ സ്റ്റേഷനാണ്. അവിടെയൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ, 2 മിനിറ്റ് മാത്രമേ ട്രെയിൻ ഹോൾട്ട് ചെയ്യുകയുള്ളൂ. മാത്രമല്ല ഒരുപാട് ആളുകളൊന്നും പുറത്തിറങ്ങാൻ ഉണ്ടാവുകയുമില്ല.
അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗർകോവിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ഒരുപക്ഷെ ഈ കുട്ടി അവിടേക്ക് ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ സമയം ട്രെയിൻ ഹോൾട്ട് ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ ഈ മറ്റു ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനുകൾ പിടിച്ചിടുന്നത് പോലും ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ആ സമയത്ത് കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കുട്ടി ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു സംശയമുണ്ട്, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയിലേക്കാണ് പോലീസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്കും പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായിട്ട് വ്യക്തതയില്ല. കന്യാകുമാരി പോലെയല്ല, നാഗർകോവിൽ കുറച്ചും കൂടി വലിയൊരു പട്ടണമാണ്, കുറച്ചുകൂടി വിശാലമായ ഒരു നഗരം കൂടിയാണ്. ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടുത്തെ പ്രധാന സെന്ററെങ്കിൽ അവിടെ അങ്ങനെയല്ല. അവിടെ വ്യവസായശാലകളടക്കം വലിയ ഒരു നഗരം ആണ് ഈ നാഗർകോവിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അന്വേഷിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി തീവ്രമായ ഒരു എഫേർട്ട് ആ ഭാഗത്തേക്ക് ഇടേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്തായാലും അത് കൺഫർമേഷൻ അല്ല ഈ നാഗർകോവിൽ ഇറങ്ങി എന്നുള്ളൊരു കാര്യം. കാരണം ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഈ ഐലൻഡ് എക്സ്പ്രസിൽ ഒരുപാട് തമിഴ്നാട് സ്വദേശികൾ കയറാറുള്ള വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങുന്ന 2 സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് നാഗർകോവിലും മറ്റൊന്ന് കന്യാകുമാരിയുമാണ്. അങ്ങനെയെങ്കിൽ ഈ നാഗർകോവിലിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചിറങ്ങിയ സമയത്ത് അതാണ് അവസാനത്തെ സ്റ്റേഷൻ എന്ന് കരുതി ഈ പെൺകുട്ടി ഇറങ്ങിയേക്കാം. അങ്ങനെ ഒരു സാധ്യത കൂടി പോലീസിന്റെ മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തത പോലീസിന് കിട്ടും. എങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിന്റെ പോലീസിന്റെ അന്വേഷണം എങ്കിൽ നാഗർകോവിൽ കേന്ദ്രീകരിച്ചായിരിക്കും. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായിരിക്കും പോലീസിന്റെ നിർദ്ദേശം. എന്തായാലും പോലീസ് കന്യാകുമാരി കേന്ദ്രീകരിക്കാനുണ്ടായ ഒരൊറ്റ കാരണമെന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും അവസാനം സാധാരണ ഈ ഒളിച്ചുവിടുന്ന അല്ലെങ്കിൽ ആ നാട് വിട്ടു പോകുന്ന ആളുകളൊക്കെ ഏതെങ്കിലും കള്ളവണ്ടി കയറി ട്രെയിൻ ഏറ്റവും ഒടുവിൽ എത്തുന്ന സ്ഥലത്ത് ഇറങ്ങാറാണ് പതിവ്. അങ്ങനെ ഒരു നിഗമനത്തിലാണ് കന്യാകുമാരിയിലേക്ക് പോലീസ് എത്തിയത്. പിന്നീട് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി കൂടി വന്നതുകൊണ്ടാണ് പോലീസ് ഇവിടെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു വ്യാപകമായ അന്വേഷണം നടത്തിയത്. പക്ഷേ ഇത്ര നേരമായിട്ട് 5 മണിക്കൂർ അന്വേഷണം നടത്തിയിട്ടും ഒരു പൊടി പോലും കിട്ടിയില്ല, ഒരു CCTV ദൃശ്യങ്ങൾ പോലും കിട്ടിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം നാഗർകോവിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.